നിലവിൽ സീതയുടെ ഭർത്താവ് ബിനു പോലീസ് നിരീക്ഷണത്തിലാണ്. കാട്ടാനാക്രമണത്തിലല്ല സീത മരിച്ചതെന്ന് ഇന്നലെ തന്നെ സംശയമുണ്ടായിരുന്നുവെന്ന് കോട്ടയം DFO N രാജേഷ് 24-നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പോലീസും ബാക്കിയുള്ളവരും അതിന്റെ രീതിയിൽ പോകും. നമ്മൾ ഇന്നലെ ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇത് നടക്കുമ്പോൾ തന്നെ ഇതിൽ ഇയാളുടെ ഈ മൊഴിയും അയാളുടെ ദേഹത്ത് പരിക്കൊന്നുമില്ല എന്നുള്ള ഒരു ഇതെല്ലാം നമ്മൾ ഇന്നലെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ദേഹത്തുള്ള മുറിവുകളൊന്നും ഒരു ആനയുടെ ആക്രമണത്തിൻ്റെതായ യാതൊരു മുറിവും അവരുടെ ദേഹത്തില്ല. ഇൻക്വസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറുടെ സംശയം അപ്പൊ തന്നെ പറഞ്ഞു ഇവരോട്. അങ്ങനെ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ചേർന്നതിന് മുമ്പ് തന്നെ ഒഫീഷ്യലായിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ സംശയമുണ്ട്. പക്ഷെ ഇതിപ്പോ ഇയാൾ തന്നെ എടുത്തോണ്ട് വരികയായിരുന്നു. അങ്ങനെ എടുത്തോണ്ട് വന്ന് ഇയാൾ ആദ്യം പറഞ്ഞത് ഇവർ നടന്നു വന്നതാണ്. ആന എടുത്ത് ചവിട്ടിയ ആൾ നടന്നു വന്നു. ഇതൊക്കെയാണ് സംശയങ്ങൾ നമുക്ക് വന്നത്. പിന്നെ നമ്മളവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ആന വന്നതിന്റെ ലക്ഷണമൊന്നും അവിടെ കണ്ടിട്ടില്ല. പിന്നീട് നമ്മളവിടെ ആളെ വിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ യാതൊരു ഇതുമില്ല അവിടെ. രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ഇത് വലിയൊരു ട്വിസ്റ്റാണ്. ഇന്നലെ നമ്മൾ കാട്ടാനാക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്നു. ഭർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മളുടെ നാട്ടിൽ പലയിടത്തും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് വിശ്വസനീയമായി തോന്നുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ അതല്ല എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഉറപ്പിച്ച് തന്നെ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാമല്ലോ ഇതൊരു കൊലപാതകമാണ് എന്ന്, അല്ലേ? പോസ്റ്റ്മോർട്ടം പരിശോധനകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ ശരീരമായിരുന്നില്ല, ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളായിരുന്നില്ല സീതയുടെ ദേഹത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മൃതദേഹം കണ്ട സമയത്ത് തന്നെ ഇത്തരത്തിലൊരു സംശയം ഇവിടുത്തെ ഡിവൈഎസ്പിയോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. കാരണം കാട്ടാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുറിവുകളും അതുപോലെ തന്നെ പരിക്കുകളും അതിസാരമുള്ളതായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് മറ്റേതെങ്കിലും വിധത്തിലുള്ള പരിക്കായിരിക്കാം എന്നുള്ളൊരു സംശയം അവർക്ക് ആദ്യമേ മുതൽ തോന്നിയിരുന്നു. അത് പോലീസിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഈ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മോർച്ചറിയിലെ പോസ്റ്റ്മോർട്ടത്തിനായി കയറ്റിയപ്പോഴേക്കാണ് ഇത്തരത്തിലൊരു സംശയം കൂടുതൽ ബലപ്പെട്ടത്. അതിൽ കൃത്യമായി പരിശോധന നടത്തിയപ്പോൾ അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. തലയ്ക്ക് കല്ലുകൊണ്ടടിച്ച മുറിവുണ്ട്. മാത്രമല്ല ഏതെങ്കിലും പരുക്കനായിട്ടുള്ള പ്രതലത്തിൽ തല പിന്നിലോട്ട് ചെന്ന് ഇടിച്ചതിന്റെ പാടുകളുണ്ട്. വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലെ 6ഉം ഒരു സൈഡിലെ 7ഉം വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. 3 വാരിയെല്ലുകൾ ലെങ്സിനകത്ത് കുത്തിക്കയറുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നാഭിക്ക് ചവിട്ടിയ പാടുകളുണ്ട്. അങ്ങനെ ഒരാള് എങ്ങനെയാണോ ആക്രമിക്കുന്നത് അത്തരത്തിലുള്ള മുറിവുകളും ശരീരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ആക്രമണത്തിന് പിന്നാലെ കുറച്ചു ദൂരം വലിച്ചിഴച്ച ലക്ഷണങ്ങളും ഈ ശരീരത്തുണ്ടായിരുന്നു. ഇതെല്ലാം ഒരാൾ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. മാത്രമല്ല പോലീസ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ പോലീസ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. ഇത് കൊലപാതകമാണെന്ന് പോലീസ് നമ്മളോട് ഇതുവരെ ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടില്ല. മറ്റ് കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാട്ടാന ആക്രമണത്തിലല്ല മറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു മരണമാണ് അല്ലെങ്കിൽ കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് രാവിലെ ഈ ഇത് ഭർത്താവിനെ ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ബിനു ഇതൊന്നും സമ്മതിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള കുറ്റസമ്മത മൊഴി കൊടുത്തിട്ടില്ല. ആ പറഞ്ഞ കാര്യത്തിൽ, അതായത് ഇന്നലെ നമ്മൾ കണ്ട പ്രതികരണത്തിൽ ബിനു എങ്ങനെയാണോ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായ ഒരു സംശയം അല്ലെങ്കിൽ ഒരു പിഴവ് എന്ന് പറയുന്നത് ഈ കാട്ടാന തന്നെയും ആക്രമിച്ചു എന്ന് ബിനു പറഞ്ഞിരുന്നു. തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എറിയുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എറിഞ്ഞ ഒരാളുടെ മുറിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ ബിനുവിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നലെ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിനുവിനെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടുത്തെ ഡോക്ടർമാരും അത്തരത്തിലുള്ള ഒരു പരിക്കോ അല്ലെങ്കിൽ കാട്ടാന ആക്രമണം നേരിട്ടതിന്റെ ലക്ഷണങ്ങളോ ബിനുവിനുണ്ട് എന്ന് പറയുകയും ചെയ്തില്ല. പിന്നാലെ ഇന്ന് രാവിലെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഭാവമാറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് കൊലപാതകമാണെന്നോ ഒന്നും ബിനു മൊഴി നൽകുകയും ചെയ്തിട്ടില്ല. പോലീസ് നിലവിൽ ഈ ബിനുവിനെ നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം ബിനുവിനെ കസ്റ്റഡിയിലെടുക്കാനാണ് സാധ്യത. കൂടുതൽ രാഹുൽ, ഒരു കാര്യം അറിയാനുള്ളത്, ഇന്നലെ മക്കൾ ഒപ്പം ഉണ്ടായിരുന്നു എന്നല്ലേ? ഈ മക്കൾക്ക് എന്താണ് പറയാനുള്ളത്? മക്കൾ പക്ഷെ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന തരത്തിലാണെന്ന് തോന്നുന്നു ഇന്നലെ ബിനു മൊഴി നൽകിയിട്ടുള്ളത്. മക്കളൊപ്പമുണ്ടായിരുന്നു എന്നാണ് ബിനു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ മക്കൾ ഇതൊന്നും കണ്ടിട്ടില്ല. ആദ്യം ഈ ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ 2 കുട്ടികളും
ഒരുമിച്ചാണ് ആ വനത്തിനുള്ളിൽ പോയത്, വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അങ്ങനെയല്ല, ഇവരാദ്യം പോയി, ഭാര്യയും ഭർത്താവും ആദ്യം പോയി, പിന്നീട് 2 കുട്ടികൾ പിന്നാലെ വരികയായിരുന്നു. അപ്പോഴേക്കും കാട്ടാന ആക്രമണം ഉണ്ടായി, ഈ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ബിനു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ കുട്ടികളൊപ്പം ഉണ്ടായിരുന്നവർക്കെല്ലാം അറിയാം. പിന്നീട് അതിനുശേഷം കുട്ടികളും താനും ചുമന്നാണ് ഈ മരിച്ച സ്ത്രീയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പല ഘട്ടത്തിലായി അത് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന സ്ത്രീ നടന്ന് കുറച്ചു ദൂരം വന്നു, പിന്നീടാണ് ഈ കുട്ടികളും താനും ചേർന്ന് ചുമന്നു കൊണ്ടുവന്നത് എന്നടക്കമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്. ഈ കുട്ടികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ മരണത്തിലെ, ഈ സീതയുടെ മരണത്തിലെ കൂടുതൽ കാര്യങ്ങൾ വെളിവാവുകയുള്ളൂ. എന്തായാലും ഇന്നലെ ഈ വിഷയത്തിൽ കുട്ടികൾ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംസാരിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ രാഹുൽ? അങ്ങനെ ഒരു മാനസികാവസ്ഥയല്ല എന്ന് നമുക്കറിയാമെങ്കിൽ പോലും ഇതിൽ അവർക്ക് എന്തെങ്കിലും പറയാനുള്ളതായി നമുക്ക് തോന്നിയിരുന്നോ? ഈ കുട്ടികൾ യാതൊരു കാര്യവും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഇവർ പിന്നീട് അടുത്ത ബന്ധുക്കളോടൊക്കെ പറഞ്ഞതനുസരിച്ച് ഇവർ ഈ സംഭവം കണ്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇങ്ങനെ പരിക്കേറ്റ് കൊണ്ടുവരുന്ന വഴിക്ക് കണ്ടിരുന്നു, അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന മാത്രമാണ് തങ്ങൾ കണ്ടത്. ഏതെങ്കിലും വിധത്തിൽ കാട്ടാനെ ആക്രമിക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ആക്രമിക്കുന്നോ അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങളൊന്നും തന്നെ ഈ കുട്ടികൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ബന്ധുക്കളാണെങ്കിലും അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് നടത്തിയത്. ഇവർ ബന്ധുക്കളുമായി അത്ര അടുത്ത് കഴിയുന്ന ആളുകളല്ല. ഇവര് വേറെ വേറെ ആളുകളായി താമസിക്കുന്ന, മാറി മാറി താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കും അത്തരത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ബിനു ആണ് ഈ സീതയെ കൊലപ്പെടുത്തിയത് എങ്കിൽ, അല്ലെങ്കിൽ അപായപ്പെടുത്തിയത് എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് എങ്ങനെ എത്തിച്ചു, അവിടെ വെച്ച് എന്തുകൊണ്ട് ഈ സീതയെ മർദ്ദിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അത് വലിയ ബുദ്ധിമുട്ടോടുകൂടി തന്നെ കണ്ടെത്തേണ്ട ഒരു വിഷയമായിരിക്കും. കാരണം ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ബിനുവിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. കാരണം നേരത്തെ ഫയർ വാച്ചറായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വനത്തിൽ ഏതെങ്കിലും ആനയോ അല്ലെങ്കിൽ വന്യജീവികളോ നിൽക്കുന്നുണ്ട് എങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തന്നെ വഴി മാറ്റി തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്ക് ഇത്തരത്തിലൊരു സംഭവത്തിൽ അല്ലെങ്കിൽ കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുക എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയമായ കാര്യമാണെന്ന് ആദ്യം മുതൽ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം DFO തന്നെ അത് 24 പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇത് മേഖലയിലൊക്കെ കാട്ടാനയുടെ ശല്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ വേഗം തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്. പിന്നീട് നാട്ടുകാരൊക്കെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്നത് അതൊരു വന്യമൃഗശല്യമുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ആകാമല്ലേ? തീർച്ചയായിട്ടും നിരന്തരം കാട്ടാന ആക്രമണവും കാട്ടാന ശല്യമുള്ള മേഖലയാണ്. നമ്മൾ തന്നെ ഒരുപാട് തവണ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. കാട്ടാന ശല്യം കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരെ ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കാട്ടാന ശല്യത്തിൽ ഇവിടെ പല പ്രതിഷേധങ്ങൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും CPI-യുടെയും BJP-യുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ വനംവകുപ്പ് ഓഫീസിലേക്കൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും കാര്യക്ഷമമായി നടന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനിടയിൽ നമ്മൾ നേരത്തെ ഒരു CCTV ദൃശ്യങ്ങൾ നൽകിയത് ഓർമ്മപ്പെടുത്തുകയാണ്. മരിയാഗിരി സ്കൂളിന് മുൻപിലൂടെ സ്കൂൾ കുട്ടികൾക്ക് അടുത്തൂടെ ഒരു കാട്ടാന ഓടിപ്പോകുന്ന ദൃശ്യം, റോഡ് മുറിച്ച് ദേശീയപാത മുറിച്ച് കടന്നു പോകുന്ന ഒരു ദൃശ്യം നമ്മൾ നൽകിയിരുന്നതാണ്. അതേ അവസ്ഥയാണ് നിലവിൽ ഈ പീരുമേട് മേഖലയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇവർ പോയത് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ ആന ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം കൂടി വനം വകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവർ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടാനകൾ എത്തിയതിന്റെ ലക്ഷണങ്ങൾ ഇന്നലെ ഇല്ല എന്നുള്ളതും വനംവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ഈ ആനകൾ ഉള്ള മേഖലയായതുകൊണ്ട് തന്നെ പീരുമേട് പൊതുവെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാന ശല്യത്തിൽ പൊറുതി മുട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതിന് പിന്നാലെ CPI-ഉം അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയതും വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും RRT ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്തത്. ഇത് ഒരു അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നത് കൈമാറിയോ രാഹുൽ? ഈ ധനസഹായം കൈമാറിയിട്ടില്ല. ഇന്നലെ 12 ലക്ഷം രൂപയാണ് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് എങ്കിൽ
കൊടുക്കാൻ പാകത്തിന് വനംവകുപ്പ് പ്രഖ്യാപിച്ചു. അതിൽ 10 ലക്ഷം രൂപ വനംവകുപ്പിന്റെയും 2 ലക്ഷം രൂപ അല്ലാതെയുള്ള SC/ST ഫണ്ടിൽ നിന്നും ലഭിക്കുന്നതാണ് എന്നുമായിരുന്നു പോലീസ് വനംവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തില്ല. അതിൽ ആദ്യഘട്ടമായിട്ട് 5 ലക്ഷം രൂപ ഇന്ന് കൈമാറാൻ വേണ്ടി ഇരുന്നിരുന്നതാണ്. അതിനുശേഷം രേഖകളെല്ലാം ഹാജരാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് ബാക്കി തുക നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ പണം ഇന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. അത് അത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ ഇനി അതിനുള്ള നടപടികൾ ഏതായാലും ഇപ്പോൾ ഈ പരുക്കിന്റെ ഒക്കെ ഒരു ലക്ഷണം വെച്ച് നോക്കുമ്പോൾ മൽപ്പിടുത്തം നടന്ന പാട് ഗുരുതരമായ പരുക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആനയുടെ ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉറപ്പിച്ച് പറയുന്നതും. ഇതിപ്പോൾ ഒരു മനുഷ്യൻ നടത്തിയ കൊലപാതകം എന്ന തരത്തിൽ തന്നെ നമുക്ക് സ്ഥിരീകരിച്ച് പറയാമല്ലോ അല്ലേ? പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിരീക്ഷണത്തിലേക്കാണ് പോവുകയും ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യൻ ചെയ്ത, അതായത് നാഭിക്ക് ഉൾപ്പെടെ ചവിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ മർദ്ദനമേറ്റ ഒരു കാര്യമുണ്ട്. അതുൾപ്പെടെ പരിശോധിച്ചതിൽ നിന്ന് മനുഷ്യൻ തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്, ആക്രമിച്ചിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡോക്ടർ അങ്ങനെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പോലീസിനോട് അത്തരത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കിട്ടണമെങ്കിൽ ദിവസങ്ങൾ താമസമുണ്ട്. പ്രാഥമിക പരിശോധനയുടെ വിവരങ്ങൾ മാത്രമാണ് നിലവിൽ കൈമാറിയിട്ടുള്ളത്. അതിൽ തന്നെ ഇത് കാട്ടാന ആക്രമണമല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല, ഇത് മനുഷ്യൻ ചെയ്തിട്ടുള്ള കൊലപാതകമാണ്. അല്ലെങ്കിൽ അയൽവാസികളോടൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ രാഹുൽ? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിയാമോ? എന്തിനാണ് ആരാണ് ഇവർ ഇത് ചെയ്തത് എന്നതറിയില്ല. ഭർത്താവാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്, ഭർത്താവാണ് കൂടെ പോയത് എന്നതാണ് നമുക്കറിയാവുന്ന കാര്യവും. ഇതുവരെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ഈ നാട്ടുകാർ അല്ലെങ്കിൽ അയൽപക്കക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നതായോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ ആരും തന്നെ പറഞ്ഞ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇതിന്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇവർ ജീവിക്കുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്ലാക്കത്തടം എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അത് പഞ്ചായത്ത് ഈ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. അവർ താമസിപ്പിച്ചിരിക്കുന്നതാണ് അവിടെ കൊണ്ട്. അത് വർഷങ്ങളായിട്ട് ഇവരങ്ങനെ അവിടെ താമസിക്കുന്നതാണ്. അവിടെ അടുത്തടുത്ത ആളുകളില്ല. ഇവർ കുടിൽ കെട്ടി താമസിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മറ്റാളുകളുമായിട്ട് അത്ര അടുത്ത പരിചയമോ അല്ലെങ്കിൽ അടുത്തിടപഴകിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായി നമുക്ക് അറിയില്ല. ആളുകൾ ഇവരെ വ്യക്തിപരമായിട്ട് ഇവരുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ്. അതെ, എന്തായാലും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ബിനു എന്ന ഭർത്താവ്. ഇനിയിപ്പോൾ സംസ്കാരത്തിന് ശേഷം അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കും, വിശദമായ അന്വേഷണത്തിലേക്ക്. അങ്ങനെയല്ലേ നമുക്കറിയാൻ കഴിയുന്നത് രാഹുൽ? തീർച്ചയായിട്ടും നിലവിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ബിനുവിനെ സീതയുടെ മൃതദേഹത്തോടൊപ്പം ഈ ആംബുലൻസിൽ കയറ്റി വിടുകയും ചെയ്തിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഈ കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ നിരീക്ഷണത്തിലാണ്. അതിനുശേഷം ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ശരി, രാഹുൽ വിജയൻ ആണ് വിവരങ്ങൾ നൽകിയത്.